പ്രൈസ് ലോർഡ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 44 വരെയുള്ള തിരുവചനങ്ങൾ. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. 1 ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. അതിനവൻ, നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. പിന്നെ നീയും നിന്റെ മക്കളും അകത്തു കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. അവൾ അവനെ വിട്ടു ചെന്ന് തൻ്റെ മക്കളോട് കൂടെ അകത്തു കടന്ന് വാതിലടച്ചു. അവർ അവളുടെ അടുക്കൽ പാത്രങ്ങളെ വെച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തൻ്റെ മകനോട്, ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട്, പാത്രം ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്നുപോയി. അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ഒരു ദിവസം എലീശ ശൂനേമിലേക്ക് പോയി. അവിടെ ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ അവനെ ഭക്ഷണത്തിന് വരേണം എന്ന് നിർബന്ധിച്ചു. പിന്നത്തേതിൽ അവൻ ആ വഴി പോകുമ്പോഴൊക്കെയും ഭക്ഷണത്തിന് അവിടെ കയറും. അവൾ തൻ്റെ ഭർത്താവിനോട്, നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷനെന്ന് ഞാൻ കാണുന്നു. നാം ചുവരോട് കൂടിയ ചെറിയൊരു മാളിക മുറി പണിതുണ്ടാക്കുക. അതിൽ അവന് ഒരു കട്ടിലും ഒരു മേശയും ഒരു നാൽക്കാലിയും ഒരു നിലവിളക്കും വെക്കുക. അവൻ നമ്മുടെ അടുക്കൽ വരുമ്പോൾ അവൻ അവിടെ കയറി പാർക്കാമല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ഒരു ദിവസം അവൻ അവിടെ വരുവാനിടയായി. അവൻ ആ മാളിക മുറിയിൽ കയറി അവിടെ കിടന്നുറങ്ങി. അവൻ തൻ്റെ ബാല്യക്കാരനായ ഗേഹസിയോട്, ശൂനേംകാരത്തിയെ വിളിക്ക എന്ന് പറഞ്ഞു. അവൻ അവളെ വിളിച്ചു. അവൾ അവൻ്റെ മുമ്പിൽ വന്നു നിന്നു. അവൻ അവനോട്, നീ ഇത്ര താല്പര്യത്തോടെ ഒക്കെയും ഞങ്ങൾക്ക് വേണ്ടി കരുതിയല്ലോ. നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? രാജാവിനോടോ സേനാധിപതിയോടോ നിനക്ക് വേണ്ടി വല്ലതും പറയേണ്ടതുണ്ടോ എന്ന് നീ അവളോട് ചോദിക്കുക എന്ന് പറഞ്ഞു. അതിനവൾ, ഞാൻ സ്വജനത്തിൻ്റെ മധ്യേ വസിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അവൾക്ക് വേണ്ടി എന്തു ചെയ്യാമെന്ന് അവൻ ചോദിച്ചതിന് ഗേഹസി, അവൾക്ക് മകനില്ലല്ലോ, അവളുടെ ഭർത്താവ് വൃദ്ധനുമാകുന്നു എന്ന് പറഞ്ഞു. അവളെ വിളിക്ക എന്ന് അവൻ പറഞ്ഞു. അവൻ അവളെ വിളിച്ചപ്പോൾ അവൾ വാതിൽക്കൽ വന്നു നിന്നു. അപ്പോൾ അവൻ, വരുന്ന ആണ്ടിൽ ഈ സമയമാകുമ്പോഴേക്ക് നീ ഒരു മകനെ അണച്ചുകൊള്ളും എന്ന് പറഞ്ഞു. അതിനവൾ, അല്ല, ദൈവപുരുഷനായ എൻ്റെ യജമാനനെ അടിയനോട് ഭോഷ്ക് പറയരുതേ എന്ന് പറഞ്ഞു. ആ സ്ത്രീ ഗർഭം ധരിച്ചു. പിറ്റേ ആണ്ടിൽ എലീശ അവളോട് പറഞ്ഞ സമയത്ത് തന്നെ ഒരു മകനെ പ്രസവിച്ചു. ബാലൻ വളർന്നപ്പോൾ ഒരു ദിവസം അവൻ കൊയ്ത്തുകാരോടുകൂടി ഇരുന്ന തൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്നു. അവൻ അപ്പനോട്, എൻ്റെ തല എന്ന് പറഞ്ഞു. അവൻ ഒരു ബാല്യക്കാരനോട്, ഇവനെ എടുത്ത അമ്മയുടെ അടുക്കൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അവൻ അവനെ എടുത്ത അവൻ്റെ അമ്മയുടെ അടുക്കൽ കൊണ്ടുചെന്നു. അവൻ ഉച്ചവരെ അവളുടെ മടിയിൽ ഇരുന്ന ശേഷം മരിച്ചുപോയി. അപ്പോൾ അവൾ കയറി ചെന്ന് അവനെ ദൈവപുരുഷന്റെ കട്ടിന്മേൽ കിടത്തി വാതിലടച്ച് പുറത്തിറങ്ങി. പിന്നെ അവൾ തൻ്റെ ഭർത്താവിനെ വിളിച്ചു, ഞാൻ വേഗത്തിൽ ദൈവപുരുഷന്റെ അടുക്കലോളം പോയി വരേണ്ടതിന് എനിക്കൊരു ബാല്യക്കാരനെയും ഒരു കഴുതയെയും അയച്ചു തരേണമേ എന്ന് പറഞ്ഞു. അതിനവൻ, ഇന്ന് നീ അവൻ്റെ അടുക്കൽ പോകുന്നത് എന്തിന്? ഇന്ന് അമാവാസിയല്ല, ശബത്തുമല്ലല്ലോ എന്ന് പറഞ്ഞു. വേണ്ടതില്ല എന്ന് അവൾ പറഞ്ഞു. അങ്ങനെ അവൾ കഴുതപ്പുറത്ത് കോപ്പിട്ട് കയറി ബാല്യക്കാരനോട്, നല്ലവണ്ണം തെളിച്ചു വിടുക, ഞാൻ പറഞ്ഞല്ലാതെ വഴിയിൽ എവിടെയും നിർത്തരുത് എന്ന് പറഞ്ഞു. അവൾ ചെന്ന് കർമ്മേൽ പർവ്വതത്തിൽ ദൈവപുരുഷന്റെ അടുക്കലെത്തി. ദൈവപുരുഷൻ അവളെ ദൂരത്ത് കണ്ടപ്പോൾ തൻ്റെ ബാല്യക്കാരനായ ഗേഹസിയോട്, അതാ ശൂനേംകാരത്തി വരുന്നു, നീ ഓടിച്ചെന്ന് അവളെ എതിരേറ്റ്, സുഖം തന്നെയോ, ഭർത്താവ് സുഖമായിരിക്കുന്നുവോ, ബാലന് സുഖമുണ്ടോ എന്ന് അവളോട് ചോദിക്കണം എന്ന് പറഞ്ഞു. സുഖം തന്നെ എന്ന് അവൾ പറഞ്ഞു. അവൾ പർവ്വതത്തിൽ ദൈവപുരുഷന്റെ അടുക്കലെത്തിയപ്പോൾ അവൻ്റെ കാൽ പിടിച്ച് ഗേഹസി അവളെ മാറ്റുവാൻ അടുത്തു ചെന്നാറെ ദൈവപുരുഷൻ, അവളെ വിടുക, അവൾക്ക് വലിയ മനോവ്യസനമുണ്ട്, യഹോവ അത് എന്നെ അറിയിക്കാതെ മറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ യജമാനനോട് ഒരു മകനെ ചോദിച്ചിരുന്നുവോ, എന്നെ ചതിക്കരുതേ എന്ന് ഞാൻ പറഞ്ഞില്ലയോ എന്ന് അവൾ പറഞ്ഞു. ഉടനെ അവൻ ഗേഹസിയോട്, നീ അരകെട്ടി എൻ്റെ വടിയും കയ്യിലെടുത്തു പോക, നീ ആരെയെങ്കിലും കണ്ടാൽ വന്ദനം ചെയ്യരുത്, നിന്നെ വന്ദനം ചെയ്താൽ പ്രതിബന്ധനം പറയുകയും അരുത്, എൻ്റെ വടി ബാലന്റെ മുഖത്ത് വെക്കണം എന്ന് പറഞ്ഞു. എന്നാൽ ബാലന്റെ അമ്മ, യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അവളോട് കൂടെ പോയി. ഗേഹസി അവർക്ക് മുമ്പായി ചെന്ന് വടി ബാലന്റെ മുഖത്ത് വെച്ചു. എങ്കിലും ഒരനക്കമോ ഉണർച്ചയോ ഉണ്ടായില്ല. അതുകൊണ്ട് അവനെ എതിരേൽപ്പാൻ മടങ്ങി വന്നു. ബാലൻ ഉണർന്നില്ല എന്നറിയിച്ചു. എലീശ വീട്ടിൽ വന്നപ്പോൾ
തന്റെ കട്ടിലിന്മേൽ ബാലൻ മരിച്ചു കിടക്കുന്നത് കണ്ടു. താനും ബാലനും മാത്രം അകത്തുണ്ടായിരിക്കെ അവൻ വാതിലടച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. പിന്നെ അവൻ കയറി ബാലന്റെ മേൽ കിടന്നു. തന്റെ വായ് ബാലന്റെ വായ്മേലും തന്റെ കണ്ണ് അവന്റെ കണ്ണിന്മേലുമുള്ള തന്റെ ഉള്ളം കൈകൾ അവന്റെ ഉള്ളം കൈകളിന്മേലും വെച്ച് അവന്റെ മേൽ കവിണ്ണു കിടന്നപ്പോൾ ബാലന്റെ ദേഹത്തിന് ചൂട് പിടിച്ചു. അവന് ഇറങ്ങി മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്നിട്ട് പിന്നെയും കയറി അവന്റെ മേൽ കവിണ്ണു കിടന്നു. അപ്പോൾ ബാലൻ 7 പ്രാവശ്യം തുമ്മി കണ്ണു തുറന്നു. അവൻ ഗേഗസിയെ വിളിച്ചു, ശൂനേംകാരത്തിയെ വിളിക്ക എന്ന് കൽപ്പിച്ചു. അവൻ അവളെ വിളിച്ചു. അവൾ അവന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ, നിന്റെ മകനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അവൾ അകത്ത് ചെന്ന് അവന്റെ കാൽക്കൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. തന്റെ മകനെ എടുത്തു കൊണ്ടുപോയി. അനന്തരം എലീശ ഗിൽഗാലിൽ പോയി. അന്ന് ദേശത്ത് ക്ഷാമമുണ്ടായിരുന്നു. പ്രവാചക ശിഷ്യന്മാർ അവന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അവൻ തന്റെ ബാല്യക്കാരനോട്, നീ വലിയ കലം അടുപ്പത്ത് വെച്ച് പ്രവാചക ശിഷ്യന്മാർക്ക് പായസം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. ഒരുത്തൻ ചീര പറിപ്പാൻ വയലിൽ ചെന്ന് ഒരു കാട്ടുവള്ളി കണ്ട് മടിനിറയെ പേച്ചൂര പറിച്ചു കൊണ്ടുവന്നു. അവർ അറിയായികയാൽ അരിഞ്ഞു പായസക്കരത്തിലിട്ടു. അവർ അത് ആളുകൾക്ക് വിളമ്പി. അവർ പായസം കുടിക്കുമ്പോൾ നിലവിളിച്ചു, ദൈവപുരുഷനായുള്ളവേ, കലത്തിൽ മരണമെന്ന് പറഞ്ഞു. അവർക്ക് കുടിപ്പാൻ കഴിഞ്ഞില്ല. മാവ് കൊണ്ടുവരുവിനെന്ന് അവൻ പറഞ്ഞു. അത് കലത്തിലിട്ടു. ആളുകൾക്ക് വിളമ്പിക്കൊടുക്ക എന്ന് പറഞ്ഞു. പിന്നെ ദൂഷ്യമായുള്ളതൊന്നും കലത്തിലുണ്ടായിരുന്നില്ല. അനന്തരം ബാൽ ഷാലീസയിൽ നിന്ന് ഒരാൾ ദൈവപുരുഷൻ ആദ്യഫലമായിട്ട് 20 യവത്തപ്പവും മലരും പൊക്കണത്തിൽ കൊണ്ടുവന്നു. ജനത്തിന് അത് തിന്മാൻ കൊടുക്ക എന്ന് അവൻ കൽപ്പിച്ചു. അതിന് അവന്റെ ബാല്യക്കാരൻ, ഞാനിത് 100 പേർക്ക് എങ്ങനെ വിളമ്പുമെന്ന് പറഞ്ഞു. അവൻ പിന്നെയും ജനത്തിന് അത് തിന്മാൻ കൊടുക്ക, അവർ തിന്നുകയും ശേഷിപ്പിക്കുകയും ചെയ്യും എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അവർക്ക് വിളമ്പിക്കൊടുത്തു. യഹോവയുടെ വചനപ്രകാരം അവർ തിന്നുകയും ശേഷിപ്പിക്കുകയും ചെയ്തു. വായിച്ചതായ തിരുവചനങ്ങളാൽ കർത്താവ് നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.